നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ മന്ത്രി വീണയ്ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് CPM സസ്പെൻഡ് ചെയ്ത ലോക്കൽ കമ്മിറ്റി അംഗം കോൺഗ്രസിൽ ചേർന്നു. ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം PJ ജോൺസണാണ് DCC അധ്യക്ഷൻ സതീഷ് കൊച്ചുപറമ്പിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മഹത്തായ പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനത്തിന്റെ അംഗത്വം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് ജോൺസൺ പ്രതികരിച്ചത്. ഇന്ന് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മഹത്തായ പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനത്തിന്റെ അംഗത്വം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ജനകീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെടാനും കോൺഗ്രസ് പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്, PJ ജോൺസൺ ഫേസ്ബുക്കിൽ കുറിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് നടപടി നേരിട്ട നേതാവാണ് PJ ജോൺസൺ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരിച്ച സംഭവത്തിലായിരുന്നു മന്ത്രിയെ വിമർശിച്ച ജോൺസൺ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. മന്ത്രി എന്നല്ല MLA ആകാൻ പോലും മന്ത്രി വീണയ്ക്ക് യോഗ്യതയില്ല എന്നായിരുന്നു പോസ്റ്റ്. ഇതിനെ തുടർന്ന് ജോൺസനെ 3 മാസത്തേക്ക് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ നടപടി വകവെക്കാതെ ജോൺസൺ വീണ്ടും പോസ്റ്റ് ഇട്ടിരുന്നു. ഗർവികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോട് കൂടെ താഴ്മയുള്ളവനായി ഇരിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു പോസ്റ്റ്. എന്തായാലും മന്ത്രി വീണ ജോർജിനെതിരെയാണ് രൂക്ഷമായ വിമർശനം അന്ന് ഉന്നയിച്ചത്. തിരിച്ച് അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് സത്യത്തിൽ ഈ തലയോലപ്പറമ്പിലെ ഈ ബിന്ദുവിന്റെ മരണം എല്ലാവരെയും നാടിനെ ഒന്നടങ്കം നടക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകാരികമായി പ്രതികരിക്കുകയായിരുന്നു എല്ലാവരും. മാത്രമല്ല, സത്യസന്ധമായി ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിൽ എന്ത് തെറ്റും ആര് ചെയ്താലും അവരെ വിമർശിക്കാനും പാടില്ല, അത് സ്വന്തം പാർട്ടിയിലുള്ളവരെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. എന്തായാലും അതേ നിലപാട് തന്നെയാണ് ഇവിടെയും സ്വീകരിച്ചത്. അത് തന്നെയാണല്ലോ പലപ്പോഴും പല ഘട്ടത്തിലും പലരും കാണുന്നത്. എന്നാലും ഇയാളെ CPM-ൽ നിന്ന് തൂക്കുകയുണ്ടായി. ഒന്നും നോക്കിയില്ല, പിറ്റേ ദിവസം തന്നെ വന്ന് കോൺഗ്രസിലേക്ക് ചേർന്ന ഒരു സാഹചര്യം, കോൺഗ്രസിൽ ചേരുമ്പോൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഇനി ഭാവിയിൽ കോൺഗ്രസിന് മാത്രമേ ഗതിയുള്ളൂ എന്നുള്ള ഒരു ചിന്തയൊക്കെ തന്നെ വരുന്നുണ്ട്. അതിന്റെ പേരിലാണ് ചേർന്നത് എന്നൊക്കെ തന്നെ പറഞ്ഞ് നിരവധി ആളുകൾ കമന്റുകളായി വരുന്നുണ്ട്. CPM ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗവും SFI മുൻ ജില്ലാ പ്രസിഡന്റും മഹാത്മാഗാന്ധി സർവകലാശാല യൂണിയൻ മുൻ ചെയർമാനുമായിരുന്ന ശ്രീ PJ ജോൺസൺ CPM-ൽ നിന്നും രാജിവെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള കമന്റുകളും പോസ്റ്റുകളും ഒക്കെ വരുന്നുണ്ട്. ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം കൂടിയായ ശ്രീ ജോൺസൺ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ പ്രതികരിച്ച ജോൺസൺ CPM പാർട്ടിയിലെയും ഭരണത്തിലെയും നെറികേടുകളിൽ പ്രതിഷേധിച്ച് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നത്. DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് അംഗത്വം നൽകി സ്വീകരിക്കുകയുണ്ടായി എന്നാണ് പറഞ്ഞത്. വെൽക്കം ടു ദ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി തവണ കമന്റുകളായിട്ടൊക്കെ തന്നെ നിരവധി ആളുകൾ അത് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഈ PJ ജോൺസണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ മന്ത്രി വീണ ജോർജിനെതിരെ ശബ്ദമുയർത്തിയ ഒരാൾ ഇനി കോൺഗ്രസിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം.